ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെള്ളിയാഴ്ച നമ്മുടെ റിസൾട്ട് എത്തും. അത് കഴിഞ്ഞിട്ടുള്ള +1 പ്രവേശനത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ അറിയിപ്പാണ് നിങ്ങളിൽ എത്തിക്കാനാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. +1 പ്രവേശനം 14 മുതൽ 20 വരെ അപേക്ഷ നൽകാമെന്നാണ് ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ +1ൻ്റെ ക്ലാസ്സുകൾ ജൂൺ 18 ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തവണ ഒന്നിനും ഒരു കാലതാമസം ഉണ്ടാവില്ല, എല്ലാം പെട്ടെന്ന് നടക്കുമെന്നാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഡ്മിഷനും ഒക്കെ കിട്ടുമെന്ന് അഡ്മിഷനൊക്കെ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞിട്ടുണ്ട്. ആർക്കും സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരില്ല. എല്ലാവർക്കും ഏത് ഗ്രേഡിലുള്ളവർക്കാണെങ്കിലും ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള അപേക്ഷയ്ക്കനുസരിച്ച് അവരുടെ അവരുടെ ഒരു സീറ്റ് ഉറപ്പാക്കിയൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ 10ാം ക്ലാസ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്കൊരു ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് ഒരു അഡ്മിഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ +1 പ്രവേശനത്തിന് ഈ മാസം 14 മുതൽ 20 വരെ ഏകജാലക സംവിധാനം വഴി ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റ് അനുസരിച്ചുള്ള പ്രവേശനം പൂർത്തിയാക്കി ജൂൺ 18 ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ എല്ലാം പെട്ടെന്നാണ്. നമുക്ക് റിസൾട്ട് വന്ന് ഒരു 1-1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അപേക്ഷ എടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പോൾ എല്ലാം പെട്ടെന്ന് നടക്കും. തുടർന്ന് സപ്ലിമെൻ്ററി ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളൊക്കെ എത്തുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ജൂലൈ 23 പ്രവേശനം പൂർത്തിയാക്കും. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കൊപ്പം പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 6 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ പ്രവേശനവും ഏകജാലക സംവിധാനം വഴിയാണ് നടത്തുന്നത്. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടകളിലെ പ്രവേശനത്തിന് നിലവിലുള്ള രീതിയായി തുടരും. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തുടർന്നുണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും റിസൾട്ടിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്കൂളിൽ +1 പ്രവേശനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില സ്കൂളുകളുണ്ടാവും. അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെയുള്ള വിവരങ്ങൾ ഇനി തുടർന്നുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ പ്രധാന വാർത്തയെന്ന് പറഞ്ഞാൽ +1 പ്രവേശനം 14 മുതൽ 20 വരെ. ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റൊക്കെ നേരത്തെ എടുത്തു വച്ചാൽ ഈ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിന് സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആദ്യം ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളതൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ എടുത്തിട്ടുണ്ടാവും. 1 വർഷത്തെ കാലാവധി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ അത് തന്നെ മതിയാവും. അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ ക്ലിയറാക്കി വയ്ക്കുക. എല്ലാം അപേക്ഷിക്കാനുള്ള കുറേ ഫോട്ടോയായാലും ആധാർ കാർഡ്, റേഷൻ കാർഡ്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ റെഡിയാക്കി ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ റിസൾട്ട് വന്ന് ഒരാഴ്ചയ്ക്കകം, പിന്നെ ഈ ഒരാഴ്ച റിസൾട്ട് വന്നതിന് ശേഷം ഇതിനെല്ലാം ചെയ്യാമെന്ന് പറയുമ്പോൾ നല്ല തിരക്കാവും കേട്ടോ എല്ലായിടത്തും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാനൊക്കെ കാലതാമസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചാൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായി മാറും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സൈറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ 2ാമത്തെ ദിവസം തന്നെ ചെന്നിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ടെൻഷൻ തീരും. പിന്നീടാകുമ്പോൾ സൈറ്റ് കിട്ടുന്നില്ല, അവിടെ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓടേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അത് പാരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്കൊക്കെ തന്നെ പോകാം കേട്ടോ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ട്. പക്ഷേ നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്തോണം എല്ലാം. കാരണം ഇപ്പോൾ നീറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്ന് നിങ്ങൾ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ അയക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം സബ്മിറ്റൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.